ഈ ഒരു ചക്കക്കുമ്പളപ്പത്തിന് കുറേ പ്രത്യേകതയുണ്ട്. ഒന്ന്, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. രണ്ട്, ചക്ക നമ്മൾ അരച്ചല്ല ഇതിൽ ചേർക്കുന്നത്. ചക്ക പീസായിട്ട് കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനും ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയത്. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിവിടെ വീട്ടിലുണ്ടായ നല്ല മധുരമുള്ള വരിക്കച്ചക്കയാണ്. ചക്കയുടെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാൻ. ഞാൻ അല്പം മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് ചക്കയെല്ലാം വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞു കൊടുക്കാം. ചക്കച്ചോളയെല്ലാം നമ്മൾ മുറിച്ചു വെച്ചിട്ടുണ്ട്. അരിപ്പൊടിയും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരെണ്ണം മുഴുവൻ ചിരകിയത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായി തുടങ്ങാം. ആദ്യം നമുക്ക് ചക്കയൊന്ന് വേവിക്കാനായി വെക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചക്ക നമുക്ക് വെന്ത് കിട്ടും. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ചക്ക നമുക്ക് വേവിക്കാനായി വെക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചക്ക നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് ഒരല്പം മാത്രം ശർക്കര എടുത്താണ് ഞാൻ പാനിയാക്കിയത്. ഈ ചക്കയും ശർക്കരപ്പാനിയും കൂടെ വെന്ത് വരുമ്പോൾ ഒരു നല്ല മണമാണ് വരുന്നത്. ഇടയ്ക്കൊന്ന് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ചക്കയൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ചക്ക നമുക്ക് ഒരു ചെറിയ പീസായിട്ട് കിട്ടും. വെള്ളമെല്ലാം വറ്റി ഒരല്പം മാത്രം വെള്ളമുള്ള ഈ പരുവത്തിൽ നമുക്ക് തേങ്ങ ഒരെണ്ണം മുഴുവൻ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഏലക്ക പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം അതിൽ നിന്നും അല്പം വെള്ളം ഇറങ്ങും. വെള്ളമെല്ലാം വറ്റി ഒരു അല്പം മാത്രം വെള്ളം ബാക്കി വരുന്ന പരുവത്തിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടോടെ തന്നെ അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുമ്പിളിൽ ആദ്യമേ തന്നെ കഴുകി തുടച്ചു വെക്കാൻ നമ്മൾ മറക്കല്ല. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു പരുവം ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ആവശ്യം നോക്കി അല്പമായി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അല്പം കൂടെ അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മനസ്സിലാകും അരിപ്പൊടി ഇനി ചേർക്കേണ്ടതായി ഉണ്ടോ എന്ന്. മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ. കുമ്പിളിലയിൽ മാവ് ചേർക്കുന്നതിന് മുമ്പായി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കാൻ വെക്കാം. കുമ്പിളില ഇതുപോലെ കോൺ ഷേപ്പിൽ വേണം വെക്കാൻ. കൈ ഒന്ന് നനച്ചതിന് ശേഷം മാവ് നമുക്ക് ഇലയിലേക്ക് വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി നമുക്ക് തട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം വെച്ചു കൊടുക്കാം. ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് കുമ്പിളപ്പം തയ്യാറായി കിട്ടും. നല്ല അടിപൊളി ചക്ക കുമ്പിളപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ചക്ക പീസായി കിട്ടുമ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ നമുക്ക് കിട്ടും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.